ഹലോ ഓൾ, വാട്ട് ഗോസ് ഇൻ ടു എ വാൻചോ കേക്ക് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബേസിക്കലി വാൻചോ കേക്ക് എന്ന് പറയുന്നത് വാനിലയുടെയും ചോക്ലേറ്റിൻ്റെയും ഒരു മിക്സ്ഡ് വേർഷനാണ്. ഇന്നൊരു 2 kg വാൻചോ കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ബേസിക്കലി ആദ്യം തന്നെ ഒരു വാനില സ്പോഞ്ച് വെച്ചു, വെറ്റ് ചെയ്തു. അതിൻ്റെ മേലെ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ either നമുക്ക് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷെ വെക്കാം. എന്നിട്ട് അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ ലെയറിൽ ചോക്കോ ചിപ്സ് മേലെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ചോക്ലേറ്റ് കേക്ക് വെച്ചു, വെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ക്രീം പ്ലസ് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തു. പിന്നെ വീണ്ടും ആ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്നും കൂടെ അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യുകയാണ്. ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. വാനില കേക്ക്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നു. പിന്നെ എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടി മിൽക്ക് മെയ്ഡോ ഗനാഷോ ഒഴിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ മേലെ ക്രീമും ഗനാഷും ആഡ് ചെയ്തതിന് ശേഷം സ്പ്രെഡ് ചെയ്തിട്ട് നല്ലോണം ക്രംസ് എല്ലാം പോകുന്ന പോലെ കോട്ട് ചെയ്തിട്ട് നമ്മുടെ ക്രം കോട്ട് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫൈനൽ കോട്ടിങ്ങിനുള്ള ക്രീം മേലെ സ്പ്രെഡ് ചെയ്യുക, നല്ലോണം സ്മൂത്ത് ഔട്ട് ചെയ്യുക. എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് സ്പാച്ചിൽ വെച്ച് മേലൊരു ഡിസൈൻ കൊടുത്തതിന് ശേഷം പർപ്പിൾ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള റോസെറ്റും ഷെൽ നോസലും വെച്ച് ഡിസൈൻ ചെയ്താണ് പ്ലാൻ ചെയ്തിരുന്നത്. അതിനു മുമ്പ് ഞാൻ കുറച്ച് സൈഡിൽ ചോക്ലേറ്റ് ട്രിപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസൈനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തത്. ഫോണ്ടൻറ്റ് കട്ടർ യൂസ് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഫുള്ള് കട്ട് ചെയ്തെടുത്ത് കേക്കിൻ്റെ മേലെ ഓരോന്നോരോന്നായിട്ട് പ്ലേസ് ചെയ്തു. ഇതിൻ്റെ നെയ്ബറായിട്ടുള്ള ഒരു അങ്കിളിൻ്റെ 75ാമത്തെ ബർത്ത്ഡേയുടെ കേക്കായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.